ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ അരിയുണ്ട റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ബ്രൗൺ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ഞാൻ അരിപ്പയിലൊന്ന് ഊറ്റി വെച്ചതാണിത്, അതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട്. അപ്പോൾ അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ കുറച്ച് നേരം ഒന്ന് ഇട്ടേക്കണം കേട്ടോ, ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിത് 2 തവണ ആയിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്, എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറക്കുന്നില്ല. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതൊക്കെ വറുത്തെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും അല്ലേ. ഇതിങ്ങനെ പൊട്ടി വരുന്ന ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ അരി എടുത്തതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സാധാരണ അരി വറക്കുന്ന ആ ഒരു കളറിൽ ഇത് കിട്ടൂല കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുള്ള നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള അരിയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ബ്രൗൺ റൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ വരുന്നത്. നമ്മൾ മറ്റേ അരിയാണ് എടുക്കുന്നതെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളറിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഡാർക്ക് കളറായിട്ട് വരും. ഇനി അടുത്തതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അരി മുഴുവനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുക്കുന്നത് കപ്പലണ്ടിയാണ്. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാഷ്യൂ നട്ടൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 വലിയ ക്യൂബ് ശർക്കര ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, 3 വലിയ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉരുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തീയിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അത് അരി ഞാൻ വറുത്തെടുത്ത ശേഷം ഒരു വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ചൂടാറാനായിട്ട്. അതുപോലെ കപ്പലണ്ടിയും തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് കിട്ടണ്ട കേട്ടോ, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ചെറിയ തരിയൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊടിച്ചെടുത്ത അരി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് അരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ശർക്കര ചേർക്കുന്ന സമയത്ത് കൂടി പോവുകയാണെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ പീനട്ടും അതായത് കപ്പലണ്ടിയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നു. ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ ഇല്ല, അതൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഒരുപാട് അരിഞ്ഞൊന്ന് പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉരുക്കി അരിച്ച് മാറ്റി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കപ്പലണ്ടി പൊടിക്കുന്ന സമയത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് പൊടിഞ്ഞിട്ട് പൗഡറായി പോകരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ നിങ്ങൾ ചേർത്തിരിക്കുന്ന ശർക്കര വെള്ളം കൂടുതലാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടി ഇല്ല, അത് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അതാണ് ഞാൻ നേരത്തെ ഇത്തിരി മാറ്റി വെച്ചത്. അപ്പം ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇത് നമുക്കൊന്ന് ഉണ്ട പിടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ ഒരു അരമണിക്കൂറുണ്ട്, അരമണിക്കൂറും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമാണിത്. ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. എന്നാലും അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടുമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഫ്രഷ് തേങ്ങ ചേർത്തതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിൽ ചേർത്താൽ മതി. അപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് കാരണം ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ പൊടിക്കുന്ന സമയത്ത് മിക്സിയിലിട്ടിട്ട് പൊടിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പൾസ് ബട്ടൺ ഒരു സെക്കൻഡ് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരിഞ്ഞ് പോവുകയും ചെയ്യരുത്. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് 1-2 ദിവസം ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ. കൂടുതൽ ദിവസമൊന്നും ഇരിക്കില്ല നമ്മൾ ഫ്രഷ് തേങ്ങ ചേർത്തതുകൊണ്ട്. അപ്പോൾ കൂടുതൽ ദിവസം ഇരിക്കാനായിട്ട് നിങ്ങൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 17 വലുതും ഒരെണ്ണം ഒരു കുഞ്ഞ്
അരിയുണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.